ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഔട്ടർ ബാങ്ക്സ് എന്ന വെബ് സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ഗുഹയ്ക്കകത്തുള്ള കല്ലറയിൽ നിന്നും കിട്ടിയിട്ടുള്ള എൻവലപ്പുമായി പുറത്തേക്ക് വരുന്ന കിയാരനെയാണ് കാണിക്കുന്നത്. അവർക്ക് ഇതുപോലെ ഒരു സ്ഥലത്ത് നിന്നും എൻവലപ്പെല്ലാം കിട്ടിയത് കണ്ട് സർപ്രൈസ് ആയി നിൽക്കുന്ന സമയം പെട്ടെന്ന് ആ സെമിത്തേരിയുടെ സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം അവിടേക്ക് വരുന്നത് കണ്ട് അവർ വേഗം തന്നെ വാനും എടുത്ത് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ ഉടനെ ജോൺ ബി ആ എൻവലപ്പെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കിയതും അതിനകത്ത് കോർഡിനേറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത രീതിയിലുള്ള ഒരു മാപ്പും കൂടാതെ തൻ്റെ അച്ഛൻ യൂസ് ചെയ്തിരുന്ന ടേപ്പ് റെക്കോർഡറും ഇരിക്കുന്നത് കണ്ട് അവൻ ഇതെല്ലാം എന്തിനാണെന്ന് സംശയത്തോടെ നോക്കുന്നു. അവിടെ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്കിൽ ജോൺ ബിയുടെ അച്ഛൻ ഇതുവരെയും ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത കോടിക്കണക്കിന് രൂപയുടെ നിധിയെല്ലാം അടങ്ങിയിട്ടുള്ള റോയൽ മെർച്ചന്റ് എന്ന ഷിപ്പിന്റെ കോർഡിനേറ്റ്സിനെ പറ്റിയെല്ലാം റെക്കോർഡ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതുകൂടാതെ താൻ വെച്ചിട്ടുള്ള മാപ്പിലെ ഓരോ മാർക്കിങ്ങിനെ പറ്റിയും ആ ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട് ജോൺ ബിക്കും സുഹൃത്തുക്കൾക്കും എങ്ങനെയെങ്കിലും ഈ നിധി കണ്ടെത്തണമെന്ന തുരയെല്ലാം വരുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ബോട്ടിൽ 4 പേരും കൂടി ഒരു സൺബാത്ത് എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സമയം ഓപ്പോസിറ്റിൽ നിന്നും ടോപ്പറും സാറയും ടോപ്പർ ലേറ്റസ്റ്റ് ആയി മേടിച്ചിട്ടുള്ള സ്പോർട്സ് ബോട്ടിൽ വരുന്നത് കണ്ട് ജെയും ഹോപ്പും പൈസ കിട്ടിയാൽ അവരും ഇതുപോലത്തെ ഒരെണ്ണം മേടിക്കുമെന്നെല്ലാം പറയുന്നു. ടോപ്പർ സാറയും കൂടി തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ബീച്ചെല്ലാം ക്ലീൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന്റെ അടുത്തേക്ക് പോയതും അവർ ബീച്ചെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം സാറ ജോൺ ബി തന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു പോയ കാര്യമെല്ലാം ടോപ്പറിന്റെ അടുത്ത് പറയുന്നു. ടോപ്പർ ആവട്ടെ കിട്ടിയ അവസരമായതുകൊണ്ട് അവൻ ഒരു പോകതിന്റെ പേരിലാണ് അങ്ങനെയെല്ലാം സംസാരിക്കുന്നതെന്നും അവർക്കൊന്നും തീരെ സംസ്കാരമില്ലെന്ന് പറഞ്ഞ് ജോൺ ബീനെ സാറയുടെ അടുത്ത് നിന്നും മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. ഔട്ടർ ബാങ്ക്സ് എന്നവരുടെ നഗരത്തിൽ മിക്കപ്പോഴും പവർ കട്ട് ആയതുകൊണ്ട് ഫോക്സ് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഹോട്ടലിലെല്ലാം കയറിയിട്ടാണ് അവർക്ക് വേണ്ട ഇന്റർനെറ്റ് സെർച്ചിങ് എല്ലാം നടത്തിയിരുന്നത്. ജോൺ ബിക്കും ഫ്രണ്ട്സിനും മാപ്പിൽ നിന്നും തന്റെ അച്ഛൻ എഴുതിയിട്ടുള്ള കോർഡിനേറ്റ്സ് എല്ലാം കിട്ടിയെങ്കിലും ആ കോർഡിനേറ്റ്സിന്റെ എക്സാക്ട് ലൊക്കേഷൻ അറിയാനായി പവർ കട്ട് കാരണം ഇന്റർനെറ്റ് ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ജെ തന്റെ കണക്ഷൻസ് എല്ലാം യൂസ് ചെയ്ത് പൈസക്കാർ മാത്രം താമസിക്കുന്ന ഒരു പ്രീമിയം ഹോട്ടലിന്റെ കിച്ചന്റെ അകത്തുകൂടെ തന്റെ സുഹൃത്തുക്കളെ കടത്തി അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പ്യൂട്ടർ റൂമിലേക്ക് കയറ്റുന്നു. ഈ ഒരൊറ്റ സീൻ കൊണ്ട് ജെയുടെ ആ നാട്ടിലെ കണക്ഷനുകളെ പറ്റിയെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഹോപ്പ് കമ്പ്യൂട്ടറിൽ തന്റെ കയ്യിലുള്ള കോർഡിനേറ്റ്സ് എല്ലാം അടിച്ചു കൊടുത്തതും ലൊക്കേഷൻ കടയിൽ നിന്നും 900 അടി താഴേക്ക് കാണിക്കുന്നത് കണ്ട് ഇതെടുക്കാനായി അവരെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചതും ജെ തന്റെ അച്ഛൻ മുന്നിൽ ജോലി ചെയ്തിരുന്ന സാൽവേജ് യാർഡിൽ വെള്ളത്തിനടിയിലെ വിഷ്വൽസ് എല്ലാം കാണാൻ സാധിക്കുന്ന ക്യാമറ എല്ലാം ഉണ്ടെന്നും അതിൽ നിന്നും ഒരെണ്ണം അടിച്ചു മാറ്റാൻ സാധിച്ചാൽ നമുക്ക് ഈ പ്ലാൻ എല്ലാം സുഖമായി ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു. എന്നാൽ മോഷണത്തെ പറ്റി പറഞ്ഞതും ഹോപ്പ് ഈ പ്ലാനിന് എതിരെ നിൽക്കുന്നുണ്ടെങ്കിലും തന്റെ കൂട്ടുകാരുടെ നിർബന്ധം കാരണം അവനും അവസാനം ഈ പ്ലാനിന് ഓക്കെ എല്ലാം മൂടുന്നു. അവിടെ കട്ട് ചെയ്ത് ജനറേറ്റർ വാങ്ങാൻ കൊടുത്ത പൈസ വെച്ച് ഒരു മോട്ടോർ ബൈക്കെല്ലാം വാങ്ങിയതിന്റെ പേരിൽ റാഫിന്റെ വഴക്ക് പറയുന്ന ക്യാമറോണെയാണ് കാണിക്കുന്നത്. ഔട്ടർ ബാങ്ക്സിലെ പവർ കട്ടും കൂടാതെ റാഫിന്റെ ഇറസ്പോൺസിബിലിറ്റി കാരണം ജനറേറ്ററിൽ നിന്നുള്ള പവർ സപ്ലൈ കൂടി നഷ്ടപ്പെട്ട ദേഷ്യത്തിൽ ക്യാമറൂൺ താൻ ജോലിയിൽ നിന്നും പറഞ്ഞു വെച്ച ജോൺ ബിയാണ് നിന്നേക്കാളും ഭേദമെന്ന് പറഞ്ഞ് ബോക്സിനെ പുകഴ്ത്തി റാഫിനെ അടിച്ചമർത്തി സംസാരിക്കുന്നു. ക്യാമറൂൺ ജോൺ ബിനെ പറ്റി പറയുന്ന കാര്യമെല്ലാം ഡോറിന്റെ അപ്പുറത്തുണ്ടായിരുന്ന സാറ കേട്ടതും ആ സമയത്തെ സാറയുടെ മുഖത്തുള്ള ഒരു ചിരിയിൽ നിന്നും സാറയ്ക്ക് ജോൺ ബിയുടെ അടുത്ത് ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കാം. അവിടെ കട്ട് ചെയ്ത് തന്റെ അച്ഛനിൽ നിന്നും ചീത്ത കേട്ട ദേഷ്യത്തിൽ തനിക്ക് സ്ഥിരമായി മയക്കുമരുന്നെല്ലാം സപ്ലൈ ചെയ്ത പീറ്ററെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന റാഫിനെയാണ് കാണിക്കുന്നത്. റാഫ് തന്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലെന്നും അതുകൊണ്ട് ഇന്ന് രാത്രിത്തെ പാർട്ടിക്ക് വേണ്ടി തനിക്ക് മരുന്നെല്ലാം ക്രെഡിറ്റിന് സപ്ലൈ ചെയ്ത് തരാനായി പറയുന്നു. എന്നാൽ ആദ്യമൊക്കെ പീറ്റർ ഇതിന് സമ്മതിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിലും റാഫ് തന്റെ ബൈക്കെല്ലാം താൻ പണയത്തിന് തരാമെന്ന് പറഞ്ഞ് പീറ്ററെ കൺവിൻസ് ചെയ്യാനായി നോക്കിയതും ഇത് കേട്ട പീറ്റർ തൽക്കാലം ബൈക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് റാഫ് മൊത്തമുള്ള അടുപ്പത്തിന്റെ പുറത്ത് 2 ദിവസത്തെ സാവകാശത്തിൽ ക്രെഡിറ്റിന് സാധനമെല്ലാം കൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത് ഒരു കാറുമായി സാവേജ് യാർഡിന്റെ മുന്നിലേക്ക് ചെല്ലുന്ന കിയാരനെയാണ് കാണിക്കുന്നത്. കിയാര അവിടുത്തെ സെക്യൂരിറ്റിയുടെ അടുത്ത് തന്റെ കാറിന്റെ ടയർ പഞ്ചറായെന്നും അതുകൊണ്ട് കാറ്റടിക്കാൻ വേണ്ടി തന്നെ സഹായിക്കാൻ പറ്റുമോ ചോദിക്കുന്നു. ഒരു പെൺകുട്ടി തനിയെ വന്ന് ഒരു സഹായം ചോദിച്ചതുകൊണ്ട് മനസ്സലിവ് തോന്നിയ സെക്യൂരിറ്റി എയർ അടിക്കുന്ന സാധനവുമായി ഇലക്ട്രോണിക് ഗേറ്റ് എല്ലാം ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് വന്നതും ആ സെക്യൂരിറ്റിയുടെ ശ്രദ്ധ തെറ്റിയ ഉടൻ തന്നെ ജെയും ജോൺ ബിയും ഹോപ്പും കൂടി ഗേറ്റ് ക്ലോസ് ആവുന്നതിന് മുമ്പേ ആ യാർഡിന്റെ അകത്തേക്ക് ഓടിക്കയറുന്നു. അവർക്ക് വേണ്ട മെഷീനെല്ലാം അന്വേഷിച്ച് നടക്കുന്ന സമയം അവർ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ ആ യാർഡിൽ വളർത്തിയിരുന്ന പട്ടി അവരുടെ മുന്നിലേക്ക് വന്നതും അതിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി
ജെ പട്ടിയുടെ ശ്രദ്ധ തിരിച്ച് അതിനെ തന്റെ പിന്നാലെ വരുത്താനായി നോക്കുന്നു. പട്ടിയുടെ കുര കേട്ട് സെക്യൂരിറ്റി തിരിച്ച് യാർഡിന്റെ അകത്തേക്ക് പോയതും പട്ടി ഒരു പൊളിഞ്ഞ ഷിപ്പിന്റെ മുന്നിൽ കിടന്ന് കുരയ്ക്കുന്നത് കണ്ട് അയാൾ തന്റെ കയ്യിലുള്ള ഗണ്ണെല്ലാം പുറത്തെടുത്ത ശേഷം ബോട്ടിന്റെ അകത്തുള്ള ആളുടെ അടുത്ത് മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വരാനായി പറയുന്നു. ഈ സമയം ജെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ട് ജെനെ നേരത്തെ പരിചയമുള്ള സെക്യൂരിറ്റി അവന്റെ അടുത്ത് വിഷയം എന്താണെന്ന് തിരക്കുന്നു. ജെ തന്റെ അച്ഛൻ തന്നെ എവിടേക്ക് മോഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചാണെന്നും സാധനം കൊണ്ടു ചെന്നില്ലെങ്കിൽ അയാൾ മദ്യപിച്ചുകൊണ്ട് തന്നെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് ആ സെക്യൂരിറ്റിയുടെ അടുത്ത് ഒരു സെന്റി കഥയെല്ലാം അടിച്ചിറക്കാനായി നോക്കുന്നു. ജെയുടെ കരഞ്ഞുകൊണ്ടുള്ള ഈ പെർഫോമൻസ് കണ്ടതും ഇതിൽ വിശ്വസിച്ചു പോയ സെക്യൂരിറ്റി ഈ കാര്യമൊന്നും മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാതെ ജെയുടെ അടുത്ത് അവിടെ നിന്നും പൊക്കോളാനായി പറയുന്നു. ഇതേ ടൈമിൽ അവർ പ്ലാൻ ചെയ്ത പ്രകാരം ജോൺ ബി അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സ് എല്ലാം യാർഡിൽ നിന്നും എടുത്തോണ്ട് പോകുന്നു. അവിടെ കട്ട് ചെയ്ത് അന്ന് രാത്രി ടോപ്പറിന്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന റിച്ച് കിഡ്സിന്റെ ഒരു പാർട്ടിയാണ് കാണിക്കുന്നത്. പാർട്ടിയിൽ വെച്ച് ടോപ്പർ വീടിന്റെ മുകളിൽ കയറി ഓളിയിടുന്നത് കണ്ട് പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വന്ന സാറയും നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ച് വീടിന്റെ മുകളിൽ നിൽക്കുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന അവരുടെ മറ്റു ഫ്രണ്ട്സ് എല്ലാം അവന്റെ അടുത്ത് താഴെയുള്ള പൂളിലേക്ക് ചാടാനായി പറഞ്ഞതും സാറ ആദ്യമൊക്കെ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിലും ടോപ്പർ സാറേനെ പൊക്കിയെടുത്ത് നേരെ വെള്ളത്തേക്ക് എടുത്ത് ചാടുന്നു. അങ്ങനെ നല്ല രീതിക്ക് പാർട്ടിയെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന സമയം റൈഫ് അതിനിടയിലൂടെ തന്റെ കയ്യിലുള്ള മരുന്നെല്ലാം വിറ്റ് പീറ്ററിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കാനായി നോക്കുന്നു. ഇതേ സമയം റൂഫ് ടോപ്പിൽ ആകാശത്തുള്ള നക്ഷത്രങ്ങളെല്ലാം വേണ്ടി കിടക്കുന്ന ടോപ്പറിനെയും സാറേനെയുമാണ് കാണിക്കുന്നത്. ടോപ്പർ ഒരു റൊമാൻറ്റിക് മൂഡെല്ലാം സെറ്റായി വന്നതും സാറേമൊത്ത് അവിടെ വെച്ച് ഒരു റൊമാൻസ് എല്ലാം നടത്താനായി നോക്കുന്നു. എന്നാൽ സാറ അതിനോടൊന്നും താല്പര്യം കാണിക്കാതെ ഇരിക്കുന്നത് കണ്ട് ഇതിൽ ദേഷ്യം വന്ന ടോപ്പർ വേഗം തന്നെ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി പോകുന്നു. അവിടെ കട്ട് ചെയ്ത് ഔട്ടർ ബാങ്ക്സിലെ ഫിഷർമാരുടെ വലയിൽ 2 ബോഡിയെല്ലാം കുടുങ്ങിയതും ഈ കാര്യം അന്വേഷിക്കാൻ വരുന്ന ലേഡി ഓഫീസറിനെയാണ് കാണിക്കുന്നത്. ലേഡി ഓഫീസർ ആ ബോഡിയെല്ലാം എക്സാമിൻ ചെയ്യുന്ന സമയത്താണ് മരിച്ചിരിക്കുന്നത് ബ്ലാക്ക് ടീമിലെ ആൾക്കാരായിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. എക്യുപ്മെന്റ്സ് എല്ലാം കിട്ടിയ സന്തോഷത്തിൽ ജോൺ ബിയുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന പുഴയിൽ അതെല്ലാം പരീക്ഷിച്ചു നോക്കുന്ന ജോൺ ബിനെയും ഫ്രണ്ട്സിനെയുമാണ് കാണിക്കുന്നത്. അവൻ കുറെ നേരം സുഹൃത്തുക്കളുമൊത്ത് ഈ ക്യാമറയെല്ലാം പലതരത്തിൽ പരീക്ഷിച്ചു നോക്കിയ ശേഷം അന്ന് ഈവനിങ്ങിൽ ഒറ്റയ്ക്കിരുന്ന് ടാബെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് അവനൊട്ടും തന്നെ പ്രതീക്ഷിക്കാതെ സാറ അവനെ അന്വേഷിച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് വരുന്നു. അവൾ തലേന്ന് നീ എന്നെ ചീത്ത പറഞ്ഞതിന് തനിക്ക് മറുപടി ഒന്നും പറയാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞ് ജോൺ ബിയുടെ അടുത്ത് അവിടെ നടന്ന സംഭവങ്ങളെ പറ്റിയെല്ലാം പറയുന്നു. ഈ കേസിൽ സാറ നിരപരാധിയാണ് എന്ന് മനസ്സിലായതും ജോൺ ബി തനിക്ക് പറ്റിയ തെറ്റിന് സോറി എല്ലാം പറയുന്നു. ഇത് കേട്ടതും സാറ തന്റെ ബാഗിൽ നിന്നും ജോൺ ബിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിപ്സ് എല്ലാം എടുത്തു കൊടുത്ത ശേഷം തനിക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അവിടെ കട്ട് ചെയ്ത് ഗോൾഫ് പ്രാക്ടീസ് എല്ലാം ചെയ്യുന്ന റാഫിനെയും ടോപ്പറിനെയുമാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ഹോപ്പ് ആ പരിസരത്തുള്ള ഒരു വീട്ടിലേക്ക് ഓർഡർ പ്രകാരം ബിയറും കുറച്ച് വെജിറ്റബിൾസും എല്ലാം സപ്ലൈ ചെയ്യാനായി പോകുന്നത് കണ്ട് റാഫും ടോപ്പറും നേരെ അവനെ തടഞ്ഞു നിർത്തിയ ശേഷം അവന്റെ കയ്യിൽ നിന്നും ഒരു ബിയറെല്ലാം അവർക്കെടുത്തു തരാനായി പറയുന്നു. ഹോപ്പ് ആദ്യമൊക്കെ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനായി നോക്കുന്നുണ്ടെങ്കിലും റാഫ് തന്റെ കയ്യിലുള്ള ഗോൾഫ് സ്റ്റിക്ക് വെച്ച് ഹോപ്പിനെ ക്രൂരമായിട്ടെല്ലാം മർദ്ദിക്കുന്നു. ഹോപ്പിന്റെ മുഖത്തുള്ള ചതഞ്ഞ പാട് കണ്ട് ദേഷ്യം വന്ന ജെ അവന്മാരെ വെറുതെ വിട്ടാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് ഹോപ്പിനെയും കൂട്ടി ടോപ്പറിന്റെ സ്പീഡ് ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവർ ഇതിനെന്തല്ല പണി ഹോപ്പറിന് ഇനി കിട്ടാനില്ലെന്ന് പറഞ്ഞ് വെള്ളത്തിന്റെ അടിയിലൂടെ ചെന്ന് ആ ബോട്ട് മുങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് പോരുന്നു. അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ ഹോപ്പിന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും ഒരു വലിയ ബോട്ടെല്ലാം കടം വാങ്ങിയ ശേഷം അവരുടെ കയ്യിലുള്ള കോർഡിനേറ്റ്സ് എല്ലാം ലക്ഷ്യം വെച്ച് പോകുന്ന ജോൺ ബിനെയും സുഹൃത്തുക്കളെയുമാണ് കാണിക്കുന്നത്. അവർ മാപ്പിൽ പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തിയതും ജോൺ ബി ജെയുടെ അടുത്ത് ബോട്ട് സ്ലോ ആക്കാൻ പറഞ്ഞ ഉടൻ തന്നെ കിയാര തന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ കടലിന്റെ അടിയിലേക്ക് ഇടുന്നു. ജോൺ ബി കിയാരയുടെ അടുത്ത് ക്യാമറയുടെ വയറിന്റെ എല്ലാം ലെങ്ത് കൂട്ടിക്കൊണ്ടിരിക്കാൻ പറയുന്ന സമയം ഹോപ്പ് തൊട്ടപ്പുറത്തിരുന്ന് ക്യാമറയിലൂടെ അവർ റോയൽ മർച്ചന്റ് ഷിപ്പിന്റെ അടുത്തേക്ക് എത്തിയോ എന്നെല്ലാം നോക്കുന്നു. അങ്ങനെ അവർ 4 പേരുടെയും കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവർ വെള്ളത്തിലിട്ട ക്യാമറ റോയൽ മർച്ചന്റ് ഷിപ്പിന്റെ തൊട്ടടുത്തെത്തുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.